അവരാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് ഒരു പേര് വെക്കുന്നത്. അപ്പൊ ഈ പറമ്പിക്കുളം പെരമ്പാറുകുളം എന്ന പേരിൽ നിന്നാണ് പറമ്പിക്കുളമായി മാറിയത്. ഈ പെരമ്പ് എന്ന് പറയുമ്പോൾ പറമ്പിക്കുളത്തില് ഏകദേശം 8-9 തരം വെജിറ്റേഷൻ ഉണ്ട്. ശുഷ്ക ലവഴിയും കാടുകളുണ്ട്, ആർദ്ര ഇളവഴി. ഇത് നമ്മൾ പുറത്തേക്ക് കാണുന്നത് മോസ്റ്റ് MDF എന്ന് പറയുന്ന ആർദ്ര ഇളവഴിയും കാടുകളാണ്. ഇതിൽ നിന്ന് സീ ലെവൽ കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് മുളങ്കാടുകളായിരിക്കും. അതിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ അർത്ഥഹരിത വനങ്ങൾ, അതിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ട്രോപ്പിക്കൽ നിത്യഹരിത വനങ്ങൾ, അതിൽ നിന്ന് മുകളിലേക്ക് മരങ്ങൾ ഉണ്ടാവില്ല, പുൽമേടുകളാണ്. കാരണം സീ ലെവൽ ഹൈറ്റ് ആയിരിക്കും. ആ മലയ്ക്ക് ഇടയ്ക്ക് ആ ഇടുക്കുകളിൽ ചില കാടുകൾ കാണാൻ പറ്റും, ഒരു പച്ചപ്പ് ഷോളവനങ്ങൾ എന്ന് പറയും. ഓക്കെ, അതിന് പുറമെ ഈ വയലിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചതുപ്പുകൾ, മാർസി ഗ്രാസ് ലാൻഡ്, അതും നല്ല വെജിറ്റേഷൻ ആണ്. ഹാപ്പി ഫോറസ്റ്റ് കാനികൾ എന്ന് പറയാം. അത്രയും നിങ്ങളിവിടെ വരുമ്പോ കാണുന്നത് കുറച്ചല്ലേ കണ്ടത്, ഈ സമയത്ത് അവിടെ പോകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഓക്കെ, പിന്നെ കാണുന്നത് റിവർ സൈഡ് കാണുന്ന ചൂരൽ കാടുകളുണ്ട്, ഈറ്റക്കാടുകളുണ്ട്. ഈ ചൂരൽ കാടുകള് കാട് ഇതില് അവർ പറയുന്നത് പെരമ്പ് എന്നാണ്. ഓക്കെ, നദീനെ ആറ് എന്ന് പറയും. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ് കുളം. ആ ഇതിലാണ് പെരമ്പ് ആറ് കുളം. അത് പെരമ്പാറ് കുളമായി ഇപ്പൊ പറമ്പിക്കുളമായി മാറി. അങ്ങനെയാണ് ഈ പേരുണ്ട്. അപ്പൊ എന്തായാലും അന്ന് അവർ ഉപയോഗിച്ചിരുന്നത് ട്രാംവേ അല്ല, ആ നദികളാണ്. മഴക്കാലത്ത് ഇവിടെ നിന്ന് മരം കട്ട് ചെയ്ത് പറ്റിയാല് പൈസ ചെലവില്ലാണ്ട് ചാളപ്പള്ളി അതരപ്പള്ളി മത്സരം നമുക്ക് അത് പാൽസക്ക് മുമ്പ് അതിനെ എടുത്ത് റോഡ് മുഖേന കൊച്ചിലേക്ക് കൊണ്ടുപോകാം. അതാണ് ഹാർബർ. പക്ഷെ വേനൽക്കാലത്ത് ബുദ്ധിമുട്ടാണ്, ഇത്ര ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പൊ എന്താവും, അവിടെ തന്നെ നിൽക്കും. ആ സമയം 1890-കളിലാണ് നമുക്ക് പറമ്പിക്കുളം വരെ ഒരു ട്രാംവേ പദ്ധതി പ്ലാൻ ചെയ്തു. അപ്പൊ ആ വെറുതെ പ്ലാൻ ചെയ്ത് കാര്യമുണ്ടോ? അതിട്ട് വെറുതെ ഒരു റെയിൽ തണ്ടപാലവും ട്രെയിനും മാത്രമേ വിട്ടിട്ട് കാര്യമുണ്ടോ? ആ മരത്തിനെ കൊണ്ടുപോകണ്ടേ? അതൊക്കെ ആളുകൾ വേണം, ആൾക്കാർ വേണം. അങ്ങനെ അന്ന് കൊച്ചിൻ ഭരിച്ചിരുന്ന രാമവർമ്മ തമ്പ്രാൻ ഒരു ഐഡിയ, ഒരു പദ്ധതി ഇട്ടു. കാടിൽ നിന്ന് നമുക്ക് പൈസ കളക്ട് ചെയ്യാൻ. കാരണം അവിടെ നമുക്ക് ഈ ഐലൻഡ് ഈ ആ പോർട്ടൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. കൊച്ചിൻ നവീകരിക്കണം എന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. അപ്പോ അവരെന്ത് ചെയ്ത് ആണെങ്കിലും ഇതുപോലെ ആൾക്കാരൊക്കെ ഹെൽത്തിന് കൊടുത്തത്. അങ്ങനെയാണ് ഇത് ഈ ട്രാംവേ. അപ്പൊ പദ്ധതിക്ക് 1906 ഓടാൻ തുടങ്ങിയത്. ഓടാൻ 1966 വരെയൊക്കെ ഓടി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ മരത്തിനെക്കാട്ട് കൂടുതൽ എക്സ്പെൻസസ് ആ മെയിൻ്റനൻസ് ആണ്, അതുകൊണ്ട് നിർത്തി. ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. നിങ്ങൾ പോയി വരുന്നത് ബഫർ ഏരിയ. ഞങ്ങൾ ഒരു ഫീൽഡിൽ പോകുന്ന ഞങ്ങൾ പോകുന്നത് ട്രാംവേ വഴിക്കൂടി ചാലക്കുടിത്ത അടുത്താണ് കിടക്കുന്നത്. ഞങ്ങൾ പോയി പെട്ടെന്ന് നിങ്ങളങ്ങനെ ചുറ്റി വരുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവും, വളരെ അടുത്താണ്. ഓക്കെ, ആ ഞങ്ങൾ ഇപ്പോ അത് ഞങ്ങളുടെ ജീപ്പ് ട്രാക്ക് ആയിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ആ ട്രാംവേ വന്നു. പിന്നെ എന്തായി, ഈ മരങ്ങളൊക്കെ മുറിച്ചിട്ട് അവർ വെറുതെ വിട്ടില്ല, പകരം പ്ലാന്റേഷൻ വന്നു. 1921 തേയില തോട്ടങ്ങൾ വെച്ചു. അത് വീണ്ടും വളർന്നു. കാരണം അവരൊന്നും നല്ല പ്ലാൻ, എല്ലാവരും വിചാരിക്കുന്നത് അത് നല്ലതല്ലേന്ന്. അവരുടെ പ്ലാൻ ഇത് വളർന്ന് മുറിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പക്ഷെ അതിനെ മുമ്പേ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി, അവർ പോയി. അപ്പൊ നിലവിൽ നിൽക്കുന്ന മരം പ്ലാന്റേഷൻ ഓൺലി മണി വാല്യൂ ആണ്. അത് വേറെ എക്കോളജിക്കൽ സിസ്റ്റം ഒന്നും ഇല്ല, അല്ലെ? നമുക്കറിയാം ഇപ്പൊ തേയിലത്തോട്ടങ്ങളുണ്ട്, അതെന്താണ്? അത് ഓൺലി മണി വാല്യൂ ആണ്. അത് വിറ്റാൽ നമുക്ക് പൈസ കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ കാട് വേറെയാണ്. അങ്ങനെ 1966 തന്നെ ഇതൊരു ഹിസ്റ്റോറിക്കൽ സാങ്ച്വറി ഉണ്ടായിരുന്നു പറമ്പിക്കുളം. ആ കാലഘട്ടങ്ങളിലെ പറമ്പിക്കുളം 2 ഫോറസ്റ്റ് റിസർവ് ആയി തിരിച്ചിരുന്നു. ഒന്ന് സുങ്കം ഫോറസ്റ്റ് റിസർവ്, നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് പറമ്പിക്കുളം ഫോറസ്റ്റ് റിസർവ്. ഇതിലെ പറമ്പിക്കുളം ഫോറസ്റ്റ് റിസർവ് തേക്കിൻ തോട്ടങ്ങളാണ്. സുങ്കം ഫോറസ്റ്റ് റിസർവിൽ ഒരു 68 സ്ക്വയർ കിലോമീറ്റർ പറമ്പിക്കുളം വന്യമൃഗ സങ്കേതമാണ്. പിന്നെ 77 തൊട്ട് 85 വരെ കുറെ സർവേ, കുറെ സെൻസസ് ഒക്കെ എടുത്ത ശേഷം
പറമ്പിക്കുളം ഫോറസ്റ്റ് റിസർവിലെ തേക്കിൻ തോട്ടങ്ങളും അതിന് ചുറ്റിലുള്ള കാടുകളൊക്കെ ചേർത്തിട്ട് പറമ്പിക്കുളം വന്യമൃഗ സങ്കേതം 285 സ്ക്വയർ കിലോമീറ്റർ ആയി വ്യാപിച്ചു. അതിൽ നിന്ന് നമുക്ക് 2008-2009 ഇത് ടൈഗർ റിസർവ് ആകുമ്പോൾ അതിനെക്കാട്ടും 3 ഇരട്ടി കൂടി നമുക്ക് ടൈഗർ റിസർവിൽ ഉൾപ്പെടുത്തിയിട്ടാണ് 643.66 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് വ്യാപിച്ചത്. അതായത് ഒരു കടുവ സങ്കേതം എന്ന് വെച്ചാൽ മിനിമം ആ സ്ഥലത്തെ കാതൽ മേഖല മിനിമം 300 സ്ക്വയർ കിലോമീറ്റർ എങ്കിലും, അതായത് കോർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോറാണ് ബഫർ? അതായത് ഈ സ്ഥലങ്ങളിലൊക്കെ പറയുമ്പോൾ ഇവിടെ ഇതുപോലെ ടൈഗർ റിസർവിലെ കോർ ഏരിയ, അതായത് കാതൽ മേഖലയെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്ററ്റ് എന്ന് പറയും. കരുതൽ മേഖല എന്ന് പറയുന്നത് ബഫർ ഏരിയ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലങ്ങളാണ്. ഇഷ്ടംപോലെ എല്ലാ ടൂറിസം ആക്ടിവിറ്റീസുകളും എല്ലാം ഉന്നതികളുണ്ട്, ഈ മീൻ പിടിക്കാൻ പോകുന്നത്, ഇതൊക്കെ ബഫറിൽ പെടുന്നതാണ്. അപ്പൊ കോറിൽ ആളും പോകാൻ പാടില്ല എന്ന് വെച്ചാൽ അവിടെയും ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അവിടെയും മനുഷ്യന്റെ ഇടപെടലുണ്ട്. മെയിൻ 3 ഇടപെടലാണ്. ഒന്ന് എഡ്യൂക്കേഷണൽ പർപ്പസ്, റിസർച്ച് പർപ്പസ്, പട്രോളിംഗ്, സെക്യൂരിറ്റി പർപ്പസ്. ഇപ്പോ നാളെ നിങ്ങൾ ട്രക്കിംഗ് പോകുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് അവിടെ ട്രക്കിംഗ് പോകുന്നത്? നിങ്ങൾ പോകുന്നത് കോർ ഏരിയ, അവിടെ എന്തിനാ പോകുന്നത്? ടൂറിസം. അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. നമ്മ ഏതോ ഒരു ന്യൂസിൽ കേട്ടോ കാട് നിത്യഹരിത വനങ്ങൾ ഇങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, എന്തൊക്കെയോ പറഞ്ഞ് വച്ചിട്ടുണ്ടാവും. അവിടെ നേരിട്ട് പോയാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇതാണ് നിത്യഹരിത വനം. ഇവിടെ ഈ മരങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. താഴെ പുല്ലുകളില്ല, നല്ല തണലുണ്ട്. ഇവിടെ വരുമ്പോ ഇത് വേറെ കാടാണ്. അപ്പോ ട്രക്കിംഗ് കോർ ഏരിയ പോകുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. നമ്മൾ കാണാത്ത, നമ്മൾ കേൾക്കാത്ത ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കണമെന്ന് വെച്ചാല് കോർ ഏരിയ നമുക്ക് പെർമിഷൻ ഉണ്ട്. അടുത്തത് റിസർച്ച്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും റിസർച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില ജീവികള് എൻഡമിക് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? എൻഡമിക് എന്ന വാക്ക് എൻഡേഞ്ചർഡ് എന്ന് കേട്ടിട്ടുണ്ടാവും. വംശനാശ ഭീഷണി, എക്സ്റ്റിൻക്ട് കേട്ടിട്ടുണ്ടാവും, പോയത് അല്ലെ? എൻഡമിക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആവാസ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ റീജിയനിൽ മാത്രം ജീവിക്കുന്ന ജീവിതമാണ്. ഇപ്പൊ നിങ്ങൾ പറമ്പിക്കുളം വന്നിട്ടുണ്ട്, ഇവിടെ ചില ജീവജാലങ്ങളുണ്ട്.